ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി നെസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം നിങ്ങൾ. അതായത് എനിക്ക് ഒന്ന് രണ്ട് പലതരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാമെന്നും അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ ഈ ഒരു വെറൈറ്റി ഓഫ് മാംഗോ ട്രീ. ഈ ഒരു മാവുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. ഇത് പക്ഷേ ഞങ്ങൾ കൊണ്ടുവന്ന് ട്രിച്ചിന്ന് കേട്ടോ. കാരണം ഹസ്ബൻഡ് ആദ്യം വർക്ക് ചെയ്തിരുന്നത് ട്രിച്ചിയിലായിരുന്നു. അപ്പം അവിടുന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട് നാട്ടിലെത്തിച്ച് വീട് പണി നടക്കുന്നതിനൊന്നും ആ സമയത്ത് ഞങ്ങൾ വെച്ചതാണ്. അപ്പം വീട് പണി ഭയങ്കര ലേറ്റായിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഏകദേശം 3 വർഷമൊക്കെ എടുത്ത്. അപ്പം ആ 3 വർഷം കൊണ്ട് വളർന്ന് വേണ്ട നോക്ക് 3 എണ്ണം ഉണ്ടായിരുന്നേ, ഒരെണ്ണം ഇന്ന് ഞെട്ടറ്റ് പോയി. അപ്പോൾ 2 എണ്ണം ഉണ്ട്, നിർത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? 2 എണ്ണം ഉണ്ട്. ഒന്ന് കൂടിനകത്താണ് കവറിട്ട് വെച്ചേക്കാണ്, വേറൊന്നും ഇങ്ങനെ പ്രാണികളൊന്നും വന്ന് കുത്താതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം അത് ഇന്ന് ഞാൻ നല്ല പാകമായിട്ടുണ്ട്. അതിന്ന് പിച്ചാന്ന് കരുതി. അപ്പം ഞങ്ങൾ കുറേ ആശിച്ച് ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് വെച്ച ഒരു മാവാണ് കേട്ടോ ഇതുകൊണ്ട്. ഇത് ഹിമാംബസന്ത് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ ശ്രീരംഗപട്ടണമാണ് ഇതിൻ്റെ ഒറിജിൻ. അവിടുന്ന് തന്നെ ഞങ്ങൾ കൊണ്ടുവന്നതായത്. അപ്പോൾ ഇതുകൊണ്ട് പിന്നെ നമുക്ക് അൽഫോൺസോ മാംഗോ, അതിനകത്ത് ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല, അത് പൂത്തൊന്നുമില്ല ഇപ്രാവശ്യമൊന്നും. അത് പക്ഷേ നല്ലതായിട്ട് നിൽക്കുക. നെക്സ്റ്റ് ടൈം എന്തായാലും പൂവിടുമെന്ന് ഞങ്ങൾ കരുതുന്നു. നല്ലതായിട്ട് വളമൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് കാണിക്കാനും കുറച്ച് വിശേഷങ്ങളൊന്നും നിങ്ങളുമായിട്ടൊക്കെ പറയാനും ഒക്കെ വേണ്ടിയാണ്. കാരണം ഞാൻ അതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. വേണ്ടേ ഉണ്ടോ, ഇത്ര വലുപ്പമുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു മാങ്ങ ഇത്രയും വലുപ്പമുണ്ട്. ഇത് കുറച്ചുകൂടെ വലുതാവും. നോക്കിക്കഴിഞ്ഞാൽ ഇതാട്ടോ ഡൈനിങ്ങിൻ്റെ അടുത്തുനിന്ന് വെളിയിൽ നോക്കുമ്പോൾ നമുക്കിതൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ടോ. രാത്രിയൊക്കെ ആണെങ്കിലും ഇപ്പോഴും നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. കൊച്ചിൻ്റെ മുഖം കാണുന്നില്ല. ഇതൊക്കെ 2 മാംഗോ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്ക്. അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ. അടുത്ത് പറയുന്നതാണെന്നുണ്ട് ഈ ഒരു ഫ്രൂട്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഇതേപോലെ ഇവിടെ മൂന്നാർ ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരു നഴ്സറി കയറി വാങ്ങിയതാണ് ഇത് കേട്ടോ. ഇത് ഇത്രയും ആവത്തോളെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇത് കുറച്ചുകൂടെ വലിയ ഫോട്ടോയൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നേ. ഇത് പക്ഷേ ഉണ്ടല്ലോ ഒരു പുളിപ്പും മധുരവും കൂടെയാണ്. വിചാരിച്ച അത്ര സക്സസ്ഫുൾ അല്ലായിരുന്നു ഇത്. ഉണ്ടോ, നല്ല രസമാണ്. എന്നാലും വേണമെങ്കിൽ കഴിക്കുന്നത് ഇങ്ങനെ നിർത്തിക്കുന്നത്. വെട്ടിക്കളയണോ വേണ്ടോ എന്നുള്ള, പിന്നെ നമ്മൾ വെച്ചതല്ലേ, അതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാൻ നമുക്കൊരു മടിയല്ലേ. അതുകൊണ്ട് അവനെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ നിറയെ ഉണ്ട് കേട്ടോ. അതാ കുഞ്ഞു കായതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. വേണ്ട നോക്ക്, കണ്ടോ ഇതുപോലത്തെ കുഞ്ഞു കാ. അവിടെ എല്ലാം കണ്ടോ നിറയെ ഉണ്ട് ഇതിനകത്ത് കാ. ഉണ്ടേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്കൊരു മാംഗോസ്റ്റീൻ ഉണ്ട്. അതിനകത്തൊന്നും ഇതുവരെ കായായില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് കാണിക്കാത്ത കേട്ടോ. മാംഗോസ്റ്റീനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഞാൻ കാണിച്ച ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് ബറാബ കേട്ടോ. ഇത് പുളിപ്പം എനിക്ക് ചിലപ്പം ഈ ലവ്ലോലിക്ക എന്നൊക്കെ പറയല്ലേ, അവിടെ പല നാട്ടിലും പല പേര്, ഡബ്ലോലിക്ക ലവ്ലോലിക്ക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനത്തെ ഒരു പുളിപ്പും ഇതൊക്കെ വരുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ കുറച്ചുകൂടെ മധുരമുണ്ട്. ലവ്ലോലിക്ക നല്ല പുളിപ്പല്ലേ, പിന്നെ കുറച്ച് മധുരവും കൂടെ ഉണ്ട്. പച്ചക്കറിത്തോട്ടത്തിലേക്കാണ്. പച്ചക്കറിത്തോട്ടം എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ സ്വന്തമല്ല കേട്ടോ. ഇതിൻ്റെ എല്ലാ ഉടമ ഇവിടുത്തെ പപ്പയാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ഒരു അധ്വാനി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നൊരു മനുഷ്യനാണ്. വേണ്ടേ, ഇതിനെല്ലാം വിളവ് കഴിഞ്ഞതൊക്കെ ഇപ്പോൾ ഇതൊക്കെ മുരടിക്കാറായി ഉണ്ടോ. ഇതെല്ലാം കുഞ്ഞതായി. മറ്റേത് വലിയ തക്കാളി, നിറയെ തക്കാളികളുണ്ടായിരുന്നു. നിറയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ. ഇതിപ്പം ഇതിൻ്റെ എല്ലാം സീസൺ കഴിയാറായി. ഈ പ്ലാന്റിൻ്റെ ഇത് തരാവുന്നതിൻ്റെ മാക്സിമം തന്നു കഴിഞ്ഞു. പിന്നെ കുറേ മുളകുകളൊക്കെ ഉണ്ടോ, നിറയെ ഉണ്ടോ, ഇഷ്ടംപോലെ മുളകുകളുണ്ട്. ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം പപ്പയുടെയാണ് ക്രെഡിറ്റ് ഗോസ് ടു പപ്പ. പിന്നെ
ഇതുണ്ടോ, ഭയങ്കര എരിയുള്ള ഒരു ടൈപ്പ് ഓഫ് മുളകാണ് ഇത്. ഗുണ്ടുമുളക് പോലത്തെ ഭയങ്കര എരിയാണ് ഇതിന്. എൻ്റെ അമ്മോ എന്താ എരിയാണെന്നറിയാമോ? ഒരു 2 കണ്ടിച്ച് ഏതെങ്കിലും കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ എരി ഓടും നമ്മൾ. പിന്നെ വെണ്ടയുണ്ട്. വെണ്ടയ്ക്കകത്തും എല്ലാം ഇതിൻ്റെ എല്ലാം കഴിയാറായി നിൽക്കും. ഇനിയിപ്പോൾ 1-2 വീതമൊക്കെ ഉള്ളൂ, കുറേശ്ശേ ഉള്ളൂ. ഇതെല്ലാം കഴിയാറായേക്കും. പയർ, അച്ചിങ്ങപ്പയറുണ്ട്. അച്ചിങ്ങപ്പയറല്ലല്ലോ, പയറൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വച്ച് പിടിപ്പിച്ച ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, അവക്കാഡോ, തെറ്റിപ്പോയി. അവക്കാഡോ ഉണ്ട്. നല്ല വൃത്തിയായിട്ട് നല്ലോണം കിളിച്ച് വരുന്നുണ്ട്. നല്ലപോലെ ഞങ്ങൾ വളമൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് നോക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുകയല്ലേ. കുറച്ചും കൂടി ഇത് വളർന്നു കഴിയുമ്പം ഈ ഫ്രണ്ട് മൊത്തം ഒരു കാടാവും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുഞ്ഞു കുഞ്ഞു പാവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ പയറും പാവയ്ക്കയും കൂടെ ഒരേപോലെ പപ്പ ഈ ഇത് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമുക്ക് പാവയ്ക്കുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു നെല്ലിമരം മണ്ടയ്ക്കോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പന്തൽ കെട്ടിയിരിക്കുന്ന കാരണം കാണാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് എനിക്ക്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഞങ്ങളുടെ കൊച്ചു വീട്. പിന്നെ ഈ കുറേ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. പിന്നെ എൻ്റെ റിലേറ്റീവ്സും പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വീടിൻ്റെ റിവ്യൂ ഇടണം, വീടിനകം നല്ലോണം കാണിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഉണ്ട്, ഇതാണ് എൻ്റെ വീട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇങ്ങനെ ഇതൊക്കെയുള്ളത്. ഒരു ചെറിയ ഗോപുരമുണ്ട്. ഈ ഗോപുരത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഇവിടെ എല്ലാം നല്ല വൃത്തിക്ക് കാണാം. വെളിയിൽ പോകുന്ന വണ്ടിയും ബസ്സും ഒക്കെ വരെ കാണാം. പിന്നെ എനിക്കൊരു സപ്പോട്ട മരമുണ്ട്. ഇതേ നല്ല പോലെ കിളിച്ച് നിൽക്കുവാണേ, പക്ഷേ ഒരുപാട് കായ്കളൊന്നും ആവുന്നില്ല. അത് ഇപ്പോഴും ഉണ്ട്, 1-2 ഉണ്ട് കണ്ടോ. പക്ഷേ ഇതൊന്നീ കിളിക്കുട്ടന്മാർ കൊണ്ടുപോകുന്നു, അതല്ലെങ്കിൽ എന്തോ അണ്ണാനോ അങ്ങനെ എന്തോന്നും ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാനൊന്നും കിട്ടാറില്ല. അല്ലെങ്കിൽ നിറയെ ഉറുമ്പ്, ഈ മറ്റേ പച്ചറുമ്പെന്നൊക്കെ പറയില്ലേ, കടിക്കുന്ന അത് മൊത്തം പൊതിഞ്ഞ് നിൽക്കും, നമുക്ക് പിച്ചാൻ പോലും പറ്റില്ല. അപ്പോൾ ഇപ്പോഴും അത് കായൊക്കെ ഉണ്ട്. ഇത് നിറയെ ഇലകളാട്ടം നിൽക്കുന്നതാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. ഇതേൻ്റെ നല്ലൊരെണ്ണം കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട് പ്ലാന്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ചെടിയൊക്കെ വളർത്താനും ഒക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെ ചെടിയോടും കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ള, കൃഷിയോടൊക്കെ താല്പര്യമുള്ള? എനിക്കും പ്രത്യേകിച്ച് ഈ കൃഷിനെക്കാളും ഈ ഫ്രൂട്ട് പ്ലാന്റ്, ഫ്ലവറിങ് പ്ലാന്റ് അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കൊരു ചാമ്പ മരമുണ്ട് ഇവിടെ. വേണ്ടേ, ഇത് ബാലി ചാമ്പ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ചാമ്പ. ഏതാണ്ട് കാണിച്ചതാവേ, കണ്ടോ. ഇതിനകത്ത് കായുണ്ട്, പക്ഷെ വലുതായിട്ടുള്ള ഫ്രൂട്ടൊന്നും ഇല്ല. ഇതെല്ലാം കുഞ്ഞതായിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇത് പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ അത് ചീത്ത മീൻസ് മധുരമൊന്നും ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ആദ്യം കിളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വലിയ മധുരമൊന്നുമില്ല. അത് കാരണം അതിനും വലിയ രസമില്ല. പിന്നെ ഇത് ലിച്ചിയാണ് വെച്ചേക്കുന്നത്. ദിസ് ഈസ് എ പ്ലാന്റ്, ലിച്ചി പ്ലാന്റാണ്. പക്ഷേ ഇതിനകത്തൊന്നും ഇതുവരെ കായൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു അബിയു ഉണ്ട്. അബിയു ഇതേണ്ടേ, ഇത് അബിയു ഫ്രൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതാണ് അതിൻ്റെ ഇലയൊക്കെ കേട്ടോ. അബിയു ഫ്രൂട്ട് മറ്റേ ഹണി റോസ് ഓടി നടന്ന് പറിക്കുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, ഇത് അബിയു. ഇത് ഏത് വെറൈറ്റി ആണോ എന്ന് എനിക്ക് പറയുന്നറിയില്ല കേട്ടോ. അതിന് അബിയുവിന് ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതറിയില്ല എനിക്ക്. അപ്പോൾ അത് അബിയു ഫ്രൂട്ടാണ്. പിന്നെ ഇതൊരു കുട്ടി പ്ലാന്റാണ്. ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വേറെ ഒരു മിറാക്കിളും കാണിക്കാതെ അങ്ങനെ തന്നെ നിൽക്കുവാണ് കേട്ടോ. കൊണ്ടുവന്ന നാളോട്ട് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് അതിൻ്റെ പുറകെ കയ്പുള്ളതൊക്കെ കഴിച്ചിട്ട് അപ്പോഴും മധുരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാനും വിചാരിച്ചു എന്തെങ്കിലും നാളെ വരും എന്ന് കരുതി ഞാൻ ഇരിക്കുകയാണ്. ഇതുവരെ അതിനകത്ത് കായൊന്നും വന്നിട്ടില്ല. അപ്പം അതാണ് മിറാക്കിൾ ഫ്രൂട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കൃഷിത്തോട്ടം. ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടാൻ കരുതിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയണേ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണം. പിന്നെ ഇഷ്ടമായോ ഇല്ലയോ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം, പറയാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു, ലവ് യു.